ഈ റിലേഷൻഷിപ്പിലുള്ളപ്പോൾ ഒരുപാട് പോസിറ്റീവ്സ് ഉണ്ടായിട്ടുണ്ടാവും, ഭയങ്കര ത്രില്ലിംഗ് മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ടാവും, ബിക്കോസ് ദേ ഗിവ് സച്ച് പാഷനേറ്റ് ലവ്, റൈറ്റ്? അങ്ങനെ ഒരു പാഷനേറ്റ് ലവ് അല്ലാത്ത സമയത്തോ ഉണ്ടാവുന്ന ഫൈറ്റ്സും ഭയങ്കര എക്സ്ട്രീം ആയിരിക്കും. റിമെമ്പർ, യുവർ ബ്രെയിൻ റൊമാൻറ്റിസൈസ് ദ ഗുഡ് മൊമെന്റ്സ്. കാരണം നമ്മൾ കുറെ ഗ്യാപ്പ് ഇട്ട് നിൽക്കുമ്പോൾ നല്ല മൊമെന്റ്സ് മാത്രമാണ് തലയിലേക്ക് വരാം. ഒരു പാട്ട് കേൾക്കുമ്പോൾ, ഒരു ഫുഡ് കഴിക്കുമ്പോൾ, ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഒക്കെ ഈ മൊമെന്റ്സ് തലയിലേക്ക് കയറി വരാം. സോ സ്റ്റോപ്പ് റൊമാൻറ്റിസൈസിങ് ഇറ്റ് ആൻഡ് റിമെമ്പർ ദ ഡാമേജ് ഇറ്റ് gave you. And the next thing, stop proving your worth back to that person. കാരണം നിങ്ങളുടെ worth വേറൊരാളുടെ റിഫ്ലക്ഷൻ അല്ല. They are not a mirror. That's the most basic step you have to take in your healing journey. തെറാപ്പിക്കൊന്നും പോയില്ലെങ്കിലും നിങ്ങൾക്ക് ഇനഫ് നോളജ് ഉണ്ട്, നിങ്ങളിൽ കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണ്, നല്ല എഫർമേഷൻസ് നിങ്ങളെ മിററിൽ നോക്കി പറയുന്നുണ്ട്, അല്ലെങ്കിൽ മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനോട് നിങ്ങൾ പോസിറ്റീവ് ആയിട്ടുള്ള എഫർമേഷൻസ് പറയുന്നുണ്ട്, ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യാൻ പറ്റും. ബട്ട് ഓൾവേസ് റിമെമ്പർ, റിപ്പറ്റേഷൻ, കൺസിസ്റ്റൻസി, ഇതൊക്കെയാണ് ഇത് മാറ്റം വരാനുള്ള ഒരു കീ. കാരണം നമ്മുടെ നെർവസ് സിസ്റ്റത്തിൽ ഡാമേജ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൽ എഫേർട്ട് ഇട്ട് തന്നെ വേണം മാറ്റം കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ഒരു റബ്ബർ ബാൻഡ് വലിച്ചു വിട്ട പോലെയായിരിക്കും. കുറച്ച് സമയത്തേക്ക് നല്ല രസവും മാറ്റമൊക്കെ ഉണ്ടാവുമെങ്കിലും നിങ്ങൾ ഇതെല്ലാം നിർത്തി കഴിയുമ്പോൾ പഴയ പോലെ തന്നെ അത് വന്നു ചേരും. അതുകൊണ്ടാണ് ചില സമയങ്ങളിൽ ഒരു പ്രൊഫൗണ്ട് ട്രാൻസ്ഫോർമേഷണൽ ചേഞ്ച് ഒന്നും കാണാത്തത്. ബിക്കോസ് യു ഹാവ് ടു കൺസിസ്റ്റന്റ്ലി വർക്ക് ഓൺ യുവർ സെൽഫ് ടു ബ്രിങ് ദാറ്റ് ചേഞ്ച്. Healing isn't always linear. It isn't about time, but what you do with that time. I hope you prioritize yourself and use this time as happy as possible for you.